താഴ്വര ഭാഗം 1. വരണ്ടുണങ്ങിയ താഴ്വര തരിശായി കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വയലുകൾ ഉണങ്ങി വിണ്ടുകീറിയിരിക്കുന്നു. ദൂരെ തലയുയർത്തി നിൽക്കുന്ന കമൂര് പർവ്വതം അവയുടെ കൊടുമുടികൾ സന്ധ്യയുടെ മങ്ങിയ ആകാശത്തിൽ തൊട്ടു. അകലെയുള്ള ഈ കാവൽക്കാർക്കും വിജനമായ വയലിനുമിടയിലായി ആളുകളുടെ ഒരു ചെറിയ നിര നിശബ്ദമായി നടന്നു പോകുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ചാരനിറത്തിലുള്ള ഒരു നൂല് പോലെ തോന്നും അത് ഒരു മരണഘോഷയാത്രയാണ്. ആരവങ്ങളോ കരച്ചിലുകളോ ഇല്ല. തകർന്നു കിടക്കുന്ന ഭൂമിയുടെ മേൽ തളർന്ന കാലുകളുടെ താളാത്മകമായ ഞരക്കം മാത്രം. യാത്രയുടെ മധ്യത്തായി തടികൊണ്ട് നിർമ്മിച്ച ഒരു തുറന്ന വാഹനം. കുറച്ചാളുകൾ ചേർന്ന് അത് വലിക്കുന്നുണ്ട്. വിചിത്രമായി വണ്ടിയുടെ വശങ്ങളിലെ പലകകൾ പഴകി ദ്രവിച്ചിരിക്കുന്നു. ചില പലകകൾ ഒടിഞ്ഞു. പകരം പൊരുത്തമില്ലാത്ത തടിക്കഷ്ണങ്ങൾ മരത്തിന്റെ വള്ളികൾ കൊണ്ട് നിർമ്മിച്ച കയറുപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുന്നു. മരം കൊണ്ട് നിർമ്മിച്ച അതിന്റെ ചക്രങ്ങൾക്ക് ഇരുമ്പ് കൊണ്ടുള്ള കാലുകളുണ്ട്. ഒരിക്കൽ ദൃഢമായിരുന്ന ഈ ചക്രങ്ങൾ ഇപ്പോൾ ഭാരത്താൽ ഞരങ്ങി കാലുകൾ വളഞ്ഞ് തുരുമ്പെടുത്തിരിക്കുന്നു. ഈ വാഹനത്തിന്റെ അവസ്ഥ പോലെ തന്നെയാണ് ഇന്ന് താഴ്വരയിലെ ആളുകളുടെ ജീവിതവും. വരൾച്ച തുടങ്ങിയതിനു ശേഷം താഴ്വരയിൽ മരണങ്ങൾ പതിവാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഇപ്പോൾ ഉപയോഗം കൂടുതലാണ്. ചക്രങ്ങളുടെ ഓരോ ഭ്രമണവും ആളുകളുടെ നിസ്സഹായാവസ്ഥയെ വെളിപ്പെടുത്തി. ചുട്ടുപഴുത്ത വയലിലെ വിള്ളലുകളിൽ കൂടെ അവ പൊടിപടലങ്ങൾ പറത്തി പതിയെ മുന്നോട്ട് നീങ്ങി. ദുർബലമായ ആ വാഹനത്തിനുള്ളിൽ യാമി കിടക്കുന്നു. അവളുടെ ശരീരം മൃദുലമായ മങ്ങിയ ചാരനിറത്തിലുള്ള ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. മങ്ങിയതാണെങ്കിലും മനോഹരമായി നെയ്തെടുത്ത ഒരു വസ്ത്രമാണത്. അവളുടെ ശിരസിൽ ഉണങ്ങിയ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം. ഒരിക്കൽ താഴ്വരയിലുണ്ടായിരുന്ന വർണ്ണാഭമായ പൂക്കളുടെ വിളറിയ പ്രതിധ്വനി. മരണത്തിൽ ശാന്തമായ അവളുടെ മുഖത്ത് ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ നിഴലുകളുണ്ടായിരുന്നു. മങ്ങിപ്പോയ പുഞ്ചിരിയുടെ അടയാളങ്ങൾ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കൊത്തിവെച്ച വരകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. സമാധാനപരമായ പുറപ്പാടിന്റെ കാഴ്ചയല്ല, അവളുടെ അവസാനത്തെ കഠിനമായ ദിവസങ്ങളുടെ സാക്ഷ്യപത്രമായിരുന്നു അത്. ഇത് താഴ്വരയിലൂടെയുള്ള അവളുടെ അവസാന യാത്രയാണ്. അവൾ വളർത്തിയതും സ്നേഹിച്ചതുമായ ഭൂമിയിലേക്കുള്ള വിടവാങ്ങൽ. വാഹനത്തിന്റെ കുലുക്കത്തിനൊപ്പം യാമിയുടെ ശരീരവും ആടിയുലയുന്നുണ്ട്. അതിന്റെ ചക്രങ്ങൾ വയലിന്റെ വിള്ളലിൽ നിന്ന് ഉയർന്നു വരാൻ ശ്രമിച്ച ഒരു കളയെ തകർത്തു. തരിശായ മണ്ണിനെതിരായ അതിന്റെ ഹ്രസ്വമായ എതിർപ്പ് ഒരു നിമിഷം കൊണ്ടില്ലാതായി. ഈ വിലാപയാത്രയിൽ 40-50 ആൾക്കാർ മാത്രമേയുള്ളൂ. കുമാരു താഴ്വരയുടെ ഇന്നത്തെ ദുരവസ്ഥ വിളിച്ചോതുന്ന ഒരു അപൂർവമായ ഒത്തുചേരൽ. താഴ്വരയിൽ ഇപ്പോൾ 15-20 കുടുംബങ്ങളേ ഉള്ളൂ. വരൾച്ച മൂലം പലരും താഴ്വര വിട്ടു. കുറച്ചുപേർ യാമിയുടെ മരണവാർത്ത അറിഞ്ഞു വന്നതാണ്. അല്ലായിരുന്നെങ്കിൽ ആളുകൾ ഇനിയും കുറഞ്ഞേനെ. താഴ്വരയിലെ മരണങ്ങൾ ആഘോഷിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് നൂറുകണക്കിന് ആളുകൾ ഇത്തരം വിലാപയാത്രയിൽ പങ്കുചേരും. പാതകൾ മുഴുവൻ പൂക്കളാൽ അലങ്കരിക്കപ്പെടും. സ്നേഹത്തോടെ ഭക്ഷണവും മധുരവും വിതരണം ചെയ്യും. മരിച്ചയാൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളും ഭക്ഷണവും യാത്രയുടെ മുന്നിലായി കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരുടെ വിലാപങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരും. എന്നാൽ ഇന്നതെല്ലാം ഓർമ്മയായിരിക്കുന്നു. ഒരു നാടിന്റെ ആത്മാവിന്റെ അവസാന ശ്വാസം പോലെ. യാമിയുടെ മകൾ ലാമി ആ വാഹനത്തിന്റെ പിന്നിലായി നടന്നു. അവളുടെ നോട്ടം അമ്മയുടെ നിശ്ചലമായ മുഖത്തായിരുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരോ ഉള്ളിൽ ദുഃഖത്തിന്റെ ചലനങ്ങളോ ഇല്ല. അത് നിസ്സംഗതയല്ല, മറിച്ച് അവളുടെ വികാരങ്ങളെ തളർത്തിക്കളഞ്ഞ അഗാധമായ ക്ഷീണമാണ്. ലാമിയുടെ ചിന്തകൾ നാളെയിലേക്കോ അനിശ്ചിതത്വത്തിലേക്കോ വഴിതെറ്റാൻ വിസമ്മതിച്ചു. യാത്ര വയലിനരികിലുള്ള ഒറ്റപ്പെട്ട മരത്തിനരികിലൂടെ പോകുമ്പോൾ ലാമിയുടെ നോട്ടം അവിടേക്ക് തിരിഞ്ഞു. അതിന്റെ ഒഴിഞ്ഞ ശിഖരങ്ങൾ ഒരു അസ്ഥികൂടം പോലെ ആകാശത്തേക്ക് ഉയർന്നു നിന്നു. ലാമിയുടെ ചിന്തകൾ കുറച്ചുകാലം പിന്നിലേക്ക് സഞ്ചരിച്ചു. അമ്മയോടൊപ്പം എണ്ണമറ്റ സായാഹ്നങ്ങൾ ചിലവഴിച്ചത് ഇവിടെയാണ്. അവൾ ആ മരത്തിനൊരു പേര് കൊടുത്തിരുന്നു, ജോരിക. പൂർവികരുടെ കഥകളും കൃഷിയുടെ കലകളും ഭൂമിയുടെ താളങ്ങളും എല്ലാം പഠിച്ചത് ഇവിടെ നിന്നാണ്. ഒരു കാലത്ത് താഴ്വരയിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ തണലും ആശ്വാസം നൽകിയത് ഈ മരമായിരുന്നു. നൂറുകണക്കിന് ആളുകൾക്ക് തണലേകാൻ കഴിയും വിധം സമൃദ്ധമായ ഇലകൾ കുടനിവർത്തി നിന്നു. ഇപ്പോൾ കഴിഞ്ഞ കാലത്തിന്റെ സ്മാരകം പോലെ അത് അവിടെ നിലകൊള്ളുന്നു. ലാമി നോട്ടം അമ്മയിലേക്ക് തിരിച്ചു. ആടിയുലയുന്ന വണ്ടിയിൽ ശാന്തമായ മുഖഭാവം. ജോരികയുടെ അരികിലൂടുള്ള അവസാന യാത്ര അമ്മ അറിയുന്നില്ല. യാത്ര കടന്നുപോയപ്പോൾ ആ മരത്തിലുണ്ടായിരുന്ന അവസാനത്തെ ഉണങ്ങിയ ഇലയും താഴേക്ക് വീണു. ദുഃഖിതരുടെ നിര ചെറുതായിരുന്നെങ്കിലും കൃത്യമായ ഒതുക്കത്തോടെയാണ് യാത്ര. വാഹനത്തിന്റെ മുന്നിലായി അത് നയിക്കാൻ ചുമതലപ്പെട്ട കുറച്ചുപേർ നടന്നു. ലാമിയോട് ചേർന്ന് ദായു. അമ്മ കഴിഞ്ഞാൽ അവൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ദായുവാണ്. ഈ യാത്രയിലും ഇനി മുന്നോട്ടുള്ള എല്ലാ യാത്രയിലും അവളുടെ കൂടെ ഉണ്ടാകേണ്ടവൻ. ദായുവും ലാമിയും ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ്.
ദായുവിൻ്റെ മാതാപിതാക്കളായ അശ്മനും മാനിയും അവരുടെ പിന്നിലായി നടന്നു. അവർക്ക് പിന്നിലായി ധാർമിനും കുടുംബവും, അതിനു പിന്നിലായി ബാക്കിയുള്ളവരും. എല്ലാവരും ചാരനിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അത് താഴ്വരയിലെ ആചാരത്തിന്റെ ഭാഗമാണ്. എല്ലാവരുടെയും കയ്യിൽ ഉണങ്ങിയ പൂക്കൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന പൂച്ചെണ്ടുകളും. യാത്രയുടെ ഏറ്റവും പിന്നിലായി ദത്തേയു നടന്നു. പതിവ് പോലെ അയാളുടെ കയ്യിലായി ഒരു തോൽസഞ്ചിയുണ്ട്. അയാളുടെ വസ്ത്രങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കാൾ തിളക്കം. അയാൾ കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ആഡംബരമായിരുന്നു അയാൾക്ക്. യാത്ര വയലിന്റെ അറ്റത്ത് യാമിയുടെ ഭർത്താവിന്റെ കുഴിമാടത്തിനടുത്തായി തയ്യാറാക്കിയ ആഴം കുറഞ്ഞ ഒരു കുഴിയുടെ അടുത്തായി നിന്നു. അധികം ചടങ്ങുകളൊന്നും ഉണ്ടായില്ല. താഴ്വരയിലെ വൃദ്ധനായ പുരോഹിതന്റെ ക്ഷീണിച്ച മന്ത്രം മാത്രം. യാമിയുടെ ആത്മാവിന്റെ അന്തിമ മോചനത്തിനായി മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ അയാളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. യാമി അവസാനമായി അമ്മയ്ക്കൊരു ചുംബനം നൽകി. മന്ത്രങ്ങളുടെ അവസാനം യാമിയുടെ ശരീരം ചാരനിറത്തിലുള്ള മറ്റൊരു തുണിയിൽ പൊതിഞ്ഞ് മരത്തിന്റെ ഉണങ്ങിയ വള്ളികൾ കൊണ്ട് കെട്ടി എല്ലാവരും ചേർന്ന് കുഴിയിലേക്ക് ഇറക്കി വെച്ചു. സമൂഹം ഒന്നു ചേർന്ന് അവളുടെ ദേഹത്ത് ഉണങ്ങിയ മണ്ണ് വീഴിക്കാൻ തുടങ്ങി. ശവകുടീരം നിറഞ്ഞപ്പോൾ അവർ അതിന്റെ ചുറ്റും പൂക്കൾ സ്ഥാപിച്ചു. ലാമി അമ്മയുടെ കുഴിമാടത്തിലേക്ക് നോക്കി നിന്നു. അതിനൊട്ടും ഭംഗിയില്ല. ചുറ്റും വെച്ചിരിക്കുന്ന പൂക്കൾ അതിനെ കൂടുതൽ മോശമാക്കുന്നു. നേരത്തെയൊക്കെ ഇങ്ങനെയുള്ള കുഴിമാടങ്ങൾ നോക്കി നിൽക്കാൻ തന്നെ ഒരു രസമായിരുന്നു. ആളുകൾ മത്സരിച്ചായിരുന്നു അതിന്റെയൊക്കെ ഭംഗി കൂട്ടിയിരുന്നത്. അങ്ങനെയുള്ള ശവക്കുഴികൾ കണ്ട ഏതോ ഒരു സമയത്ത് ലാമി ഓർത്തു, അമ്മ മരിക്കുമ്പോൾ ഈ താഴ്വരയിലെ ഏറ്റവും ഭംഗിയുള്ള ശവകുടീരം ഒരുക്കണമെന്ന്. പക്ഷേ ഇതവൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമാണ്. മറ്റുള്ള ആഘോഷങ്ങളോ ചടങ്ങുകളോ ഇല്ലാത്തതിനാൽ ആളുകൾ ചിതറുവാൻ തുടങ്ങി. ചിലർ ലാമിയെ സമീപിച്ചു. പുറപ്പെടുന്നതിന് മുമ്പ് ശാന്തമായ അനുശോചന വാക്കുകൾ പറഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം ലാമിയും ദായുവും അശ്മനും മാനിയും മാത്രമായി. അല്പം അകലെയായി വയലിന്റെ മറ്റൊരു വശത്തായി ദത്തേയു നിന്നു. വയലിലുടനീളം നീണ്ട നിഴലുകൾ വീഴ്ത്തി സൂര്യൻ താഴ്ന്നു. ലാമി അമ്മയുടെ ഓർമ്മകളിൽ നിശബ്ദമായി നിന്നു. മാനി അടുത്തു വന്ന് തോളിൽ കൈവച്ച് വീട്ടിലേക്ക് മടങ്ങാൻ അവളെ പ്രേരിപ്പിച്ചു. അവൾ ചുറ്റും നോക്കി. ഇരുട്ട് വീണു തുടങ്ങി. അവർ എല്ലാവരും വീട്ടിലേക്ക് നടന്നു. അവരെ പിന്തുടർന്ന് അല്പം പിന്നിലായി ദത്തേയുവും. ലാമിയുടെ വീട് ചെളികൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ച ഒരു വാസസ്ഥലം. അതിന്റെ ചുവരുകൾ വിണ്ടുകീറിയിരിക്കുന്നു. വീട്ടിലെത്തി ലാമി വാതിൽക്കൽ നിന്നു. എങ്ങും ശൂന്യത. മാനി അകത്തേക്ക് പോയി. അശ്മൻ തിണ്ണയിലിരുന്നു. യാമി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തിണ്ണയുടെ ഒരു മൂലയിലായി വെച്ചിരിക്കുന്നു. ദായു അവയെല്ലാം ഒരു തുണിയിലേക്ക് കെട്ടിവയ്ക്കാൻ തുടങ്ങി. അകത്ത് മിന്നുന്ന എണ്ണവിളക്കിന്റെ നേരിയ പ്രകാശം, അടുക്കളയിൽ നിന്നും ചുക്കുവെള്ളത്തിന്റെ ഗന്ധം. ലാമി വീട്ടുമുറ്റത്തുള്ള ഒരു മരത്തടിയിലിരുന്നു. ഇല്ലാത്ത നക്ഷത്രങ്ങൾക്കിടയിൽ ആശ്വാസം തേടി അവൾ ശൂന്യമായ ആകാശത്തിലേക്ക് നോക്കി. അവളുടെ ഛായാചിത്രം വീടിന്റെ മങ്ങിയ ചുവരിൽ പതിഞ്ഞു. ഒരു തടിക്കെറ്റലിൽ ചുക്കുവെള്ളവും തേഞ്ഞ മരക്കപ്പുകളുമായി മാന്യ പുറത്തേക്ക് വന്നു. മുറ്റത്ത് ദത്തേയു നിൽക്കുന്നു. ലാമി ആകാശത്തേക്ക് തന്നെ നോക്കിയിരിപ്പാണ്. ദായു അവന്റെ പണി നിർത്തി അയാളെ നോക്കി. ആരും ഒന്നും മിണ്ടുന്നില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പിരിമുറുക്കം കൊണ്ട് വായു കനത്തു. മാന്യ കപ്പുകളിലേക്ക് ചുക്കുവെള്ളം തുല്യമായി പകർന്നു. ദത്തേയു ഒരു കപ്പെടുത്ത് നുണഞ്ഞു. മാന്യ ഒരു കപ്പ് ലാമിക്ക് നീട്ടി. അവൾ അത് വാങ്ങി പതിയെ കുടിച്ചു. ദൂരേക്ക് നോക്കിയിരുന്നു. നിശബ്ദത അതിരുവിട്ടപ്പോൾ ദത്തേയു സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ അമ്മ പോയി. മോൾക്കിനി ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ധാർമിനും കുടുംബവും ഇന്ന് രാത്രി താഴ്വര വിടും. ലാമി അകലേക്ക് തന്നെ നോക്കിയിരുന്നു. അശ്മനെയും ദായുവിനെയും ഒന്ന് നോക്കിയതിനു ശേഷം ദത്തേയു തുടർന്നു. മോൾക്കിനി ഇവര് മാത്രമേ ഉള്ളൂ. താമസിയാതെ ഇവരും ഇവിടുന്ന് പോകും. മോൾക്ക് അവർക്കൊപ്പം പോയിക്കൂടെ? എല്ലാവരും ലാമിയുടെ മറുപടിക്കായി കാത്തുനിന്നു. അവൾ ദൂരേക്ക് തന്നെ നോക്കിയിരിപ്പാണ്. ഒടുവിൽ അക്ഷമനായ ദായു സംസാരിച്ചു തുടങ്ങി. ലാമി, നമുക്കിവിടുന്ന് പോകാം. നമ്മൾ സ്വപ്നം കണ്ടതുപോലൊരു ജീവിതം നമുക്കൊരു പുതിയ സ്ഥലത്ത് ആരംഭിക്കാം. അവന്റെ ശബ്ദത്തിൽ പ്രതീക്ഷയും നിരാശയും നിറഞ്ഞു. അവൾ ദായുവിന്റെ നേരെ നോക്കി. അവളുടെ നോട്ടം അചഞ്ചലമായിരുന്നു. എന്റെ സ്വപ്നങ്ങളല്ല ഇവിടാണ് ദായു, ഈ താഴ്വരയിൽ. അവളുടെ വാക്കുകൾ ദൃഢമായിരുന്നു. ദത്തേയുവിലേക്ക് നോട്ടം മാറ്റി അവൾ കൂട്ടിച്ചേർത്തു. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഈ മണ്ണിൽ തന്നെ ജീവിക്കുകയാണ്. ദത്തേയുവിന്റെ മുഖത്ത് നിരാശ. എങ്കിലും അയാൾ സൗമ്യമായി അവളോട് പറഞ്ഞു. ഈ മണ്ണ് നിനക്കൊന്നും തരില്ല ലാമി. ഇനി മഴ തിരിച്ചു വരില്ല. ഈ താഴ്വര മരിക്കുകയാണ് മോളെ. നിനക്ക് എല്ലാ കാലവും അതിനെ മുറുകെ പിടിക്കാൻ കഴിയില്ല. എന്റെ അച്ഛനും അമ്മയും ഇവിടെയാണുള്ളത്. അവരുടെ ഓർമ്മകൾ ഇവിടെയാണുള്ളത്. ഇവിടം വിട്ടുപോകാൻ എനിക്ക് പറ്റില്ല, ലാമി മറുപടി പറഞ്ഞു. വാക്കുകളിൽ മുന്നറിയിപ്പിന്റെ ഭാരമുണ്ടായിരുന്നെങ്കിലും ദത്തേയു അവന്റെ സ്വരം മയപ്പെടുത്തി മുന്നോട്ട് കുനിഞ്ഞ് അവളോട് പറഞ്ഞു. അച്ഛന്റെയും അമ്മയുടെ ഓർമ്മകൾ ഭക്ഷണം മേശപ്പുറത്ത് വെച്ച് തരില്ല ലാമി. നീ ആലോചിക്ക്. നിനക്കിവിടെ ആരും ശേഷിക്കുന്നില്ല. എനിക്ക് മണ്ണുണ്ട്, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ദത്തേയു തലയാട്ടി. അയാളുടെ ക്ഷമ നശിച്ചു. അയാളുടെ ഭാവം ഇരുണ്ടു. എന്റെ കടം എങ്ങനെ വീട്ടാനാണ് നീ ഉദ്ദേശിക്കുന്നത്? നമ്മൾ തമ്മിലുള്ള കരാർ പ്രകാരം കടം വാങ്ങിയ പണം തിരിച്ചടയ്ക്കാൻ ഇനിയും സമയമുണ്ട്. ആ മറുപടി അയാളെ കൂടുതൽ അലോസരപ്പെടുത്തി. കയ്യിലുള്ള കപ്പ് മരത്തടിയിൽ വെച്ച് ഒന്നും മിണ്ടാതെ അയാൾ ഇരുട്ടിലേക്ക് നടന്നുപോയി.
ദത്തയു പോയതിനു ശേഷം അശ്മനും മാനിയും ലാമിയുടെ അരികിലേക്ക് വന്നു. ലാമി മാനിയെ സൗമ്യമായി വിളിച്ചു. നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട മോളെ, ഞങ്ങളുടെ കൂടെ വാ. ലാമി തലകുലുക്കി. ഈ താഴ്വര എന്റെ വീടാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം ഇവിടെയാണ്. എനിക്കിവിടം വിട്ടു പോകാൻ പറ്റില്ല. ദേഷ്യപ്പെട്ട് മുന്നോട്ട് വന്ന ദായു സംസാരിക്കാൻ തുടങ്ങി. അവന്റെ ശബ്ദം വികാരത്താൽ വിറച്ചു. ലാമി, എന്തിനാണ് ഈ ശാഠ്യം? നീ ബുദ്ധിമതിയാണ്. പക്ഷെ ഇപ്പോഴുള്ള നിന്റെ തീരുമാനം അത് മണ്ടത്തരമാണ്. നീ എന്റെ ഒപ്പം വാ, നമുക്കൊരുമിച്ച് ഭാവിയെ നേരിടാം. അവൾ അവനെ നോക്കി. അവളുടെ നോട്ടം ഒരു നിമിഷം മൃദുവായി. ദായു, എന്റെ ഭാവി ഇതാണ്. എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നാട്ടിലേക്ക് ഞാൻ ജീവൻ തിരികെ കൊണ്ടുവരും. ആശങ്ക നിറഞ്ഞ ദുർബലമായ ശബ്ദത്തിൽ അശ്മൻ സംസാരിച്ചു. വർഷങ്ങളായി മഴ പെയ്തിട്ടില്ല. ഉണ്ടായിരുന്ന അരുവിയുടെ പാടുപോലും മാഞ്ഞുപോയി. ഭൂമി തരിശാണ്. നീ ഇതെങ്ങനെ അതിജീവിക്കില്ലാമീ? ഞാൻ അതിജീവിക്കും, അവൾ മറുപടി പറഞ്ഞു. അവളുടെ ശബ്ദത്തിന് കാഠിന്യമുണ്ടായിരുന്നു. ഈ നാട് ഒരുപാട് സഹിച്ചു. ഞാനും നിങ്ങളും എൻ്റെ അമ്മയും അടക്കം ഒരുപാട് പേർ കഷ്ടപ്പെട്ടു. എല്ലാം ഇവിടേക്ക് ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയല്ലേ? എനിക്കുറപ്പാണ് ഈ താഴ്വര ഇനിയും പൂക്കും. മാനി അവളുടെ തോളിൽ പിടിച്ചു. അവളുടെ കണ്ണുകൾ ഒഴുകാത്ത കണ്ണുനീർ കൊണ്ട് തിളങ്ങി. ലാമി, ഞങ്ങൾ നിന്റെ തീരുമാനത്തെ മാനിക്കുന്നു. പക്ഷെ നീ ഞങ്ങൾക്കൊരു വാക്ക് തരണം. നിനക്കിത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നീ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം. ലാമി തലയാട്ടി. അവൾ മാനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വാക്ക് തരുന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് മാനി പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ നിന്റെ കൂടെ നിൽക്കാം. ലാമി അത് സ്നേഹത്തോട് നിരസിച്ചു. വേണ്ട, ഇന്ന് രാത്രി എനിക്ക് തനിച്ചിരിക്കണം. ഒന്നിൻ്റെയും ഭാരമില്ലാതെ ഈ മണ്ണിനോട് ചേർന്ന് കിടക്കണം. ലാമിയോട് യാത്ര പറഞ്ഞ് അശ്മനും മാനിയും നടന്നു നീങ്ങി. പിന്നിലായി ദായുവും. അവൻ അവളോടൊന്നും സംസാരിച്ചില്ല. അല്പദൂരം മുന്നോട്ട് നടന്ന് അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ വിഷമത്തോടെ തിരിഞ്ഞു നടന്നു. അവർ പോയപ്പോൾ ലാമി ഒരിക്കൽ കൂടി തനിച്ചായി. താഴ്വരയുടെ വിശാലമായ ശൂന്യത അവളുടെ മുന്നിൽ നീണ്ടുകിടക്കുന്നു. വരണ്ട കാറ്റ് ഭൂമിയിലെ വിള്ളലുകളിൽ പതിച്ചു. ലാമി കണ്ണുകൾ അടച്ചു. അമ്മയുടെ ഓർമ്മകൾ അവളുടെ മേലെ അലയടിക്കാൻ അനുവദിച്ചു. ദൂരെ മിന്നുന്ന ഒരു വെളിച്ചം പതിയെ നീങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു. ആ വെളിച്ചം അപ്രത്യക്ഷമാകുന്നതുവരെ അവൾ അത് നോക്കിയിരുന്നു. ഡാർവിന്റെ കുടുംബത്തിലെ അവസാനത്തെ ആളും താഴ്വര വിട്ടിരിക്കുന്നു.